സോ വെൽക്കം ബാക്ക്. അവഞ്ചേഴ്സ് കാങ് ഡൈനാസ്റ്റിയുടെ സ്ക്രിപ്റ്റ് ലീക്ക് എന്ന് പറഞ്ഞ പേരിൽ റെഡിൽ കിടന്ന് കറങ്ങിയ ഒരു തിയറിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതിന് മുമ്പ് പാർട്ട് 1 എന്ന പേരിൽ നമ്മുടെ വീഡിയോ ഇട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക, എന്നാലും നിങ്ങൾക്ക് ആ ഒരു പവർ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ കിക്ക് കിട്ടും. ബേസിക്കലി ഈ ഒരു തിയറി ഉള്ളതാണോ ഫേക്ക് ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. എന്തായാലും കേൾക്കാൻ രസമുണ്ടല്ലോ, നമുക്കതുപോലെ. എന്തായാലും ഇത് ഒഫീഷ്യലി അവർ ഡ്രോപ്പ് ചെയ്ത കാര്യമാണ്. സോ ഇനി ഇത് വന്നാലെന്ത് വന്നില്ലേരുന്ന് കേൾക്കാനൊരു രസമുണ്ടല്ലോ, നമുക്കതുപോലെ. സോ പാർട്ട് 1 എന്തായാലും കണ്ടിട്ട് മാത്രമേ ഈ വീഡിയോ കാണാവൂ. പാർട്ട് 1ന്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചാനൽ നോക്കിയാൽ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. സോ ബിയോണ്ട് സോണിൽ നമ്മുടെ ക്യാങ് ഇങ്ങനെ നിൽക്കുമ്പോൾ പുള്ളിയുടെ ഫ്രണ്ടിൽ ഒരു കുട്ടി എന്നിട്ട് പറയാണ്, നിങ്ങളാണ് ഇതെല്ലാം കാരണം, നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഈ ഗതിയൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ. സോ ബേസിക്കലി പുള്ളിയുടെ പാസ്റ്റിൽ എന്തോ ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് വഴിയേ പറയാം. അതായത് പുള്ളിക്ക് ഫാമിലിയെ ലോസ് ആയതോ കുട്ടികളെ ലോസ് ചെയ്തോ അങ്ങനെ എന്തോ ഒരു സംഭവം. സോ ബേസിക്കലി നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അവിടെ നമ്മുടെ ക്യാങ് ചിന്തിക്കുകയാണ്, അത് വേണ്ടായിരുന്നു ഇത് വേണ്ടായിരുന്നു എന്നൊക്കെ. പെട്ടെന്ന് തന്നെ പുള്ളിയുടെ പല പല ക്ലോൺസ് ഇങ്ങനെ ഉണ്ടാവുകയാണ്. അതായത് പുള്ളി ഓരോ ഡിസിഷൻ എടുക്കുമ്പോഴും അത് ഓരോ ക്ലോൺസ് ആയി മാറുകയാണ്. ലൈക്ക് നമ്മുടെ ആൻഡ്മാൻ മൂവിയിൽ കണ്ടു. ആ വന്ന ക്ലോൺസ് എല്ലാം പുള്ളി ഇങ്ങനെ കുറ്റപ്പെടുത്താണ്. സോ നമ്മുടെ ക്യാങ് പറയാണ്, ഇല്ല എനിക്കിത് താങ്ങാൻ പറ്റില്ല. അവിടെ സീൻ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ കമർതാജാണ് കാണിക്കുന്നത്. സോ ബേസിക്കലി കമർതാജിൽ നമ്മുടെ വോങ്ങും മിസ് മാർവലും ക്യാപ്റ്റൻ മാർവലും എല്ലാവരും കൂടെ ആ നെഗാബാൻസ് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പുറത്തൊരു സൗണ്ട് കേട്ടു. അതാ വന്നിരിക്കുന്നു നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച്. കൂടെ ക്ലിയേ ഉണ്ടായിരുന്നു. സോ ഡോക്ടർ സ്ട്രേഞ്ചിനെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ വോങ്ങിന്റെ പകുതി ശ്വാസം വീണു. വോങ്ങും അതൊക്കെ കാര്യം പറയുന്നു, എല്ലാം അറിഞ്ഞോ? അപ്പോൾ ഡോക്ടർ സ്ട്രേഞ്ച്, ഞാനെല്ലാം അറിഞ്ഞിട്ടാണ് വന്നേക്കുന്നത് എന്ന് പറഞ്ഞ് രണ്ട് ചിരിയൊക്കെ ചിരിക്കും. മാതിരി ആസ്ഥാനക്ക് ചിരിക്കുക, ഇങ്ങനെയല്ലത് വേറെ ആരെങ്കിലും കൊണ്ട് പറ്റൂ എന്നിട്ട് പറയാണ്, വന്നിരിക്കുന്ന വേറെ ആരുമല്ല ക്യാങ് ആണ്. അവിടെ സീൻ കട്ടായതിനു ശേഷം നമ്മുടെ ഫാൽക്കണെ കാണിക്കുകയാണ്. ബേസിക്കലി ക്യാപ്റ്റനെ വിളിക്കണമെന്നുണ്ട്, ബട്ട് പറ്റുന്നില്ല. പുള്ളി ഇവിടെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ലീഡർ പറഞ്ഞിരുന്നല്ലോ എർത്തിനെ തടുക്കാൻ പറ്റാത്ത വലിയൊരു ആപത്ത് വരുന്നുണ്ടെന്ന്. സോ പുള്ളിയുടെ ടെൻഷൻ അതല്ല, ആരും ഇല്ല ഇവിടെ. ഇപ്പോൾ ബേസിക്കലി അവഞ്ചേഴ്സ് തന്നെ പലയിടത്തും പലതായിട്ട് ചെതറി കിടക്കുകയാണ്. ആ പാടെ പുള്ളിയിലുള്ളത് ഷൂരി, അയൺ ഹാർട്ട്, റോഡി, പിന്നെ പുതിയ ഫാൽക്കണുമാണ്. സോ ഷൂരി വന്ന് നമ്മുടെ ക്യാപ്റ്റൻ ഫാൽക്കണെ ഇങ്ങനെ സമാരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ക്യാപ്റ്റൻ ഫാൽക്കൺ എന്ന് വിളിക്കാം, അമേരിക്ക എന്ന് വിളിക്കുന്നില്ല. ആ സമയം ആകാശം മൊത്തം ഇങ്ങനെ ഇരുണ്ട് കൂടുകയാണ്, ഫുള്ളായിട്ട് ഇരുണ്ട്. ആ സമയത്ത് അവിടുന്ന് ഒരു പോർട്ടൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരെയാണ്. ആരാണ് വരുന്നത് എന്താണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. ആ പാടറിയാവുന്നത് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിന് മാത്രം. ഇങ്ങനെ ക്യാങ്ങിന്റെ എയർഷിപ്സ് ഭൂമിയെ ലക്ഷ്യമാക്കി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിന് ഓരോ അവഞ്ചേഴ്സിന്റെ പെർസ്പെക്റ്റീവിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ഹോക്കെ, വണ്ടർമാൻ, ഡെയർഡെവിൽ, സ്പൈഡർമാൻ, പണിഷർ. ഈ സമയത്ത് നമ്മുടെ സ്ട്രേഞ്ച് പറയാണ്, അതെ അവന്മാരെത്തിക്കും. ആ സമയത്ത് ഇമ്മോർട്ടൽസിന്റെ സൗണ്ട് ഒരു സിഗ്നൽ പോലെ വരാണ്. ലൈക്ക് ഞങ്ങളുടെ ഒരു സാധനം നിങ്ങളുടെ കയ്യിലാണുള്ളത്, അതിന് നിങ്ങൾ അനുഭവിക്കൂ എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ ഒരു വലിയ ബാറ്റിലിനെ ഉണ്ടാവും. എർത്തും ആ ഒരു സിറ്റി മുഴുവൻ അവർ നശിപ്പിച്ച് നാരണക്കല്ല. ഹീറോസ് ആരും അപ്പൊ തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ അവിടെ മരിച്ചു വീഴാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതൊരു ഡാർക്കസ്റ്റ് സ്ക്രിപ്റ്റ് ആണെന്ന്. ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ്, സ്കൈ ക്രാപ്പേഴ്സ് എല്ലാം ഇടിഞ്ഞിടിഞ്ഞ് ആൾക്കാർ ഇങ്ങനെ മുഴുവനായിട്ട് മരിച്ചോണ്ടിരിക്കുകയാണ്. നിയർലി 1 ബില്യൺ ആൾക്കാർ മരിച്ചെന്നാണ് ഈ ഒരു സ്ക്രിപ്റ്റിൽ കണ്ട. സഹിക്കാത്ത നമ്മുടെ ക്യാപ്റ്റൻ ഫാൽക്കൺ പുള്ളി ഒരു സ്പേസ്ഷിപ്പ് എടുത്ത് ഉള്ളവരെയും വെച്ചിട്ട് വിട്ടു. പക്ഷേ ഒത്തില്ല. കാരണം പുള്ളിയുടെ സ്പേസ്ഷിപ്പ് ക്യാങ്ങിന്റെ ഷിപ്പിന്റെ ഗ്രാവിറ്റേഷനെ പുള്ളി അമേരിക്കയിൽ നിന്ന് സ്പേസ്ഷിപ്പ് ടോക്കിയോയിൽ ചെന്ന് വീഴും. പുള്ളിയുടെ സ്പേസ്ഷിപ്പിന്റെ അടുത്ത് പോലും ഇവന്മാർക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോഴാണ് അടിക്കാൻ പോകുന്നത്. ഭൂമി ഇന്നവരെ കണ്ടിട്ടില്ലാത്തൊരു വലിയ ദുരന്തമാണ് അവിടെ നടന്നത്. അതിൽ ഒരുപാട് ആൾക്കാർ മരിച്ചുപോയി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലൈക്ക് ജാനറ്റ്, ഹോപ്പ്, കാസി, നമ്മുടെ ആൻഡ്മാൻ്റെ. സോ ആൻഡ്മാൻ കാസിയുടെ ബോഡി കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലാണ്. സോ ദിസ് വൈ ഇറ്റ്സ് കോൾഡ് ഡാർക്ക്. പിന്നെ ഹാങ് പിം, അങ്ങനെ കുറേ ആൾക്കാർ, നമ്മുടെ സ്റ്റാർ ലോഡിൻ്റെ ഗ്രാൻഡ് പാ വരെ മരിച്ചു പോയി. അവിടെ സീൻ കെട്ടിയത് പിന്നെ നമ്മുടെ സ്പൈഡർമാനാണ് കാണിക്കുന്നത്. പുള്ളി MIT-യിലേക്ക് പോവാണ് പുള്ളിയുടെ ഫ്രണ്ട് MJയും നെഡിനെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. പുള്ളിയുടെ കുറേ മൈൽസും പോകുന്നുണ്ട്. കുറേ പോയി കഴിഞ്ഞപ്പോൾ മൈൽസിനെ മണ്ടയ്ക്കൊട്ടൊരു വലിയ ബിൽഡിംഗ് ഒന്ന് വീട് ഏതാണ്ട് ചാവാൻ പോയി. പക്ഷേ ആ സമയത്ത് നമ്മുടെ സ്പൈഡർമാൻ രക്ഷിച്ചു. അഴക്കച്ചക്ക എന്തൊക്കെയാണ് കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. മൈൽസ് ഒക്കെയാണ്, ഞാൻ ആരെ ഏട്ടാ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, എന്തൊക്കെയാണ് നമ്മുടെ ഈ ഭൂമിക്ക് നടക്കുന്നതെന്നൊക്കെ നമ്മുടെ മൈൽസ് ചോദിക്കുക. അവിടെ സീൻ കട്ടായി കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്നത് ഇമ്മോർട്ടൽസ് ഗ്യാങ്ങിന്റെ ഒരു സൗണ്ടാണ്. പുള്ളി പറയണം, ആരും പേടിക്കേണ്ട, എല്ലാവരും സേഫ് ആണ്. എല്ലാവരും കൊന്നിട്ടാണ് പറയുന്നത് കേട്ടോ, എല്ലാവരും സേഫ്. 1 ബില്യൺ ആൾക്കാരെ കൊന്നു. പിന്നെ ആരോടെ ഇവനൊക്കെ ഇത് പറയുന്നത്? ബാക്കി അവഞ്ചേഴ്സിന് പുള്ളി പറയണം, ഞാൻ തേടുന്ന സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഞാനിവിടെ പുതിയൊരു പ്ലാനറ്റ് ഉണ്ടാകും, എന്നിട്ട് അവിടെ ഞാൻ ഭരിക്കും, ഞാനായിരിക്കും രാജ, ഒരേ ഒരു രാജ. ഈ ടൈമിൽ അവശേഷിച്ചിരുന്ന ജനങ്ങളും ഗവൺമെന്റ് എംപ്ലോയീസ്, അവഞ്ചേഴ്സ് എല്ലാവരും കൂടെ വക്കാണ്ടിലോട്ട് ചേർന്ന് കയറി കൊടുക്കുകയാണ്. കാരണം ഇതുവരെ അവിടെ ഒരു ബാറ്റിൽ നടന്നിട്ടില്ല. നിലവിൽ ഇപ്പോൾ ഏതൊക്കെ അവഞ്ചേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഡോക്ടർ സ്ട്രേഞ്ച്, ക്ലിയ, അമേരിക്ക ചാവിസ്, സ്പൈഡർമാൻ, മൈൽസ്, ഡെയർഡെവിൽ, പണിഷർ, ആൻഡ്മാൻ, ഹോക്കെ, കേറ്റ് ബിഷപ്പ്, സ്റ്റാർ ലോർഡ്, ക്യാപ്റ്റൻ മാർവൽ, ക്യാപ്റ്റൻ മിസ് മാർവൽ, ഹൾക്ക്, ഷീ ഹൾക്ക്, തോർ, ലവ്, റോക്കറ്റ്, ആഡം വാർലോഡ്, ഗ്രൂട്ട്, ഷാങ്ജി, വണ്ടർമാൻ, പിന്നെ നമ്മുടെ ക്യാപ്റ്റൻ ഫാൽക്കണും പുള്ളിയുടെ ടീം. അയ്യാ ശ്വാസം എപ്പോഴാണ് നേരെ വീണ്. പിന്നെ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ഡയലോഗ് അടിക്കുകയാണ്, വന്നിരിക്കുന്ന ക്യാങ് ആണ്, ചില്ലറക്കാരനല്ല, അവനെ നമുക്ക് തടുക്കണമെങ്കിൽ വലിയൊരു ഫോഴ്സ് തന്നെ വേണം. നമ്മൾ ഇങ്ങനെ നിന്നാൽ പോരാ, നമ്മൾ 3 ടീമായിട്ട് തിരിക്കണം. ഇവന്മാർ 3 പേരെ അടിക്കാൻ 3 ടീം വേണം. അങ്ങനെ ഡോക്ടർ സ്ട്രേഞ്ച് 3 ടീമായിട്ട് തിരിക്കുകയാണ്. അത് കോസ്മിക് ടീം, എർത്ത് ബൗണ്ട് ടീം, സ്ട്രീറ്റ് ലെവൽ ടീം. എർത്ത് ബൗണ്ട് ടീമിന്റെ ക്യാപ്റ്റൻ ഫാൽക്കൺ, കോസ്മിക് ടീമിന്റെ ക്യാപ്റ്റൻ ഡോക്ടർ സ്ട്രേഞ്ച്, സ്ട്രീറ്റ് ലെവൽ ടീമിന്റെ ക്യാപ്റ്റൻ സ്പൈഡർമാൻ. ആരുടെയൊക്കെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. എർത്ത് ബൗണ്ട് ടീമിന്റെ
കൂടെ ഇത്രയും പേരാണുള്ളത്. കോസ്മിക് ടീമിന്റെ കൂടെ ഇത്രയും പേര്. ആൻഡ് ഫൈനലി സ്ട്രീറ്റ് ലെവൽ ടീമിന്റെ കൂടെ ഇത്രയും. കോസ്മിക് ടീമിന്റെ ടാർഗറ്റ് സെഞ്ചുറി, സ്ട്രീറ്റ് ലെവൽ ടീമിന്റെ ടാർഗറ്റ് റാണ. ഇനി എർത്ത് ബൗണ്ട് ടീമിന്റെ ആണ് സാക്ഷാൽ ഇമ്മോർട്ടസ്. ഈ സമയത്ത് നമ്മുടെ ക്യാപ്റ്റൻ ഫാൽക്കൺ ബാക്കിയുള്ള അവഞ്ചേഴ്സിനെ മോട്ടിവേറ്റ് അവശേഷിക്കുന്ന ബാക്കി ജനങ്ങളെ രക്ഷിക്കാൻ നമ്മളെ കൊണ്ട് മാത്രമേ സാധിക്കൂ. നമ്മൾ 3 ടീമായി തിരിഞ്ഞിരിക്കുക. നമ്മുടെ ലക്ഷ്യം ഈ ലോകത്തിന്റെ നന്മ മാത്രമായിരിക്കണം എന്ന് പറയാം. ഇതേ സമയം തന്നെ ഡോക്ടർ സ്ട്രേഞ്ച് പറയുകയാണ്, അവന്മാരെങ്ങനെയാണോ നമ്മളറിയാതെ നമ്മളെ അടിച്ചത്, ഇതുപോലെ നമ്മൾ അവന്മാരറിയാതെ അവന്മാരെ അടിച്ചിരിക്കണം. നമ്മളോട് ചെയ്തതിനെല്ലാം തിരിച്ച് പകരം ചോദിക്കാനുള്ള അവസരമാണിത്. അവഞ്ചേഴ്സ് അസംബിൾ.